ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ 6ാമത്തെ എപ്പിസോഡാണ് മെഗാ സെയിൽ ഓഫറിന്റെ. ഇന്ന് നമ്മൾ കാണുന്നത് 2 ഷെയ്ഡ്സ് ഓഫ് സാരീസ് ആണ്. ഒന്ന് മാവ് കളറും ഒന്ന് ഡാർക്ക് പൗഡർ ബ്ലൂ കളർ സാരിയും. അപ്പൊ ഇത് രണ്ട് മെറ്റീരിയലിലാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ചെക്കോട്ട, ആ സെയിം കളർ തന്നെ ഓർഗൻസ എങ്ങനെയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ രണ്ടിലും ഫാബ്രിക് പെയിന്റും ഉണ്ട്, അതുപോലെ തന്നെ ഹാൻഡ് എംബ്രോയിഡറി ഉണ്ട്. അപ്പോൾ രണ്ടും ഒന്ന് കണ്ടു നോക്കാം. എല്ലാ സാരീസും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്കൗണ്ട് സെയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏത് സാരി ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഉടനെ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മാവ് കളർ സാരി കാണാം. അത് ചെക്കോട്ടയിലാണ്. ചെക്കോട്ടയിൽ മാവ് കളർ സാരിയിനകത്ത് നമ്മൾ ബ്ലൂ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ മുന്താണി വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ മുന്താണിയിൽ വരുന്നത്. മുന്താണിയിൽ ഒരു കുഞ്ഞു ഡിസൈൻ ഉണ്ട് ഇതുപോലെ. അത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഡബിൾ ഷെയ്ഡഡ് ത്രെഡാണ്. ബ്ലൂവും ലൈറ്റ് ബ്ലൂവും വൈറ്റും കൂടെ വരുന്ന ഒരു ത്രെഡാണ്. അതിൻ്റെ അകത്ത് നടുക്ക് ഒരേ ഫ്ലവറിൻ്റെയും നടുക്ക് നമ്മളൊരു ബീഡ് വെച്ചിട്ടുണ്ട്, ഒരു പേൾ വെച്ചിട്ടുണ്ട്. സ്റ്റെം സ്റ്റിച്ചുമാണ്. ലൈറ്റ് ഗ്രീൻ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. ഇങ്ങനെ മുന്താണിയിൽ ഒരു ഫ്ലവർ ഉണ്ട്. അത് കഴിഞ്ഞ് റണ്ണിങ് പോർഷനിൽ ഒരു ഫ്ലവർ. പിന്നെ വന്നിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 5 ഡിസൈനാണ് വരുന്നത്. 3 ഇഞ്ച് ഗ്യാപ്പിൽ വെച്ചിട്ട് ഈ ഫ്ലവേഴ്സ് 5 ഷോൾഡറിൽ വരുന്നത്. അപ്പോൾ തന്നെ ഫ്രണ്ട് ഫുള്ളുമായിട്ട് കവർ ചെയ്ത് നിൽക്കുകയെന്ന് വെച്ചാൽ ബാക്കിലോട്ട് പോണ പോർഷൻ വരെ ഫുള്ള് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ മുഴുവനും ഇതുപോലത്തെ എംബ്രോയിഡറി ഡിസൈൻസ് ഉണ്ടാകും. പിന്നെ കാലിൻ്റെ അവിടെയാണുള്ളത്. കാലിൻ്റെ അവിടെയും ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ബ്ലൗസ് പീസ് വേണമെങ്കിൽ സെയിം കളർ 2x2 ബ്ലൗസ് പീസോ അല്ലെങ്കിൽ പ്രിന്റഡ് ബ്ലൗസ് പീസോ ഇടുന്നതായിരിക്കും നല്ലത്. ഈ ബ്ലൂ ഇടുന്നതിനേക്കാളും നല്ലത് സെയിം കളർ ബ്ലൗസ് പീസ് ആയിരിക്കും നല്ലത്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1549 ആണ് ഇതിൻ്റെ റേറ്റ്. ഇനി അടുത്ത ഇത് മാവ് കളർ ചെക്കോട്ടയാണെന്ന് പറഞ്ഞു. കോട്ടൺ ചെക്കോട്ടയാണ്. അതിൻ്റെ തന്നെ മാവ് കളറിൻ്റെ ഓർഗൻസ മെറ്റീരിയൽ കാണാം. അതിൻ്റെ അകത്ത് നമ്മൾ ഫാബ്രിക് പെയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കളറിൽ കുറച്ച് വ്യത്യാസം ഈ ചെക്കോട്ട മെറ്റീരിയൽ വൈസ് വ്യത്യാസം വരും. ഓർഗൻസയിൽ ഇതുപോലെയാണ് നമ്മുടെ മുന്താണി വരുന്നത്. ഇതുപോലെ മുന്താണിയിൽ 2 കോർണറിലും നല്ലോണം വർക്ക് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ഫാബ്രിക് പെയിൻറ്റ്. എന്നിട്ട് സ്കാറ്റർ ചെയ്തിട്ട് ഫ്ലവേഴ്സ് പല്ലുവിൽ നിറച്ചും ചെയ്തിട്ടുണ്ട്. മുന്താണിയിൽ നിറച്ചും സ്കാറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഇത്രയും ഷെയ്ഡ്സ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഫ്ലവേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ മുന്താണി വന്നു കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ ഒരു ഇൻഡിവിജ്വൽ ഫ്ലവറാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റ് ആണ്. ഷോൾഡർ പ്ലീറ്റിനകത്ത് ഇതുപോലെ ഇങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആയിട്ട് താഴെ ഒരു ലെയർ വെച്ചാലാണ് അതിൻ്റെ എടുപ്പ് കാണുള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് ഷോൾഡർ പ്ലീറ്റിൽ ഫ്രണ്ടിൽ ഞെറിഞ്ഞിടുവാണെങ്കിൽ കാണുന്നത്. അതുപോലെ തന്നെ ചെസ്റ്റ് പോർഷനിലും നമ്മൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെസ്റ്റിൻ്റെ അവിടെയും പെയിൻറ്റിങ് വരുന്നുണ്ട്. പിന്നെ വന്നിട്ട് ചെസ്റ്റിൻ്റെ അവിടം വരെയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ സ്കാറ്റർ ചെയ്ത് ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട്. മുന്താണി മുതൽ ചെസ്റ്റിൻ്റെ അവിടം വരെ ഇതുപോലെ ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് ബോഡി പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓരോ പർട്ടിക്കുലർ ഗ്യാപ്പിൽ ഇതുപോലത്തെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഫുൾ സാരിയുടെ ബോർഡറിലും ഇതുപോലെ പർട്ടിക്കുലർ ഗ്യാപ്പ് വിട്ട് ഇതുപോലത്തെ ഡിസൈൻസ് ഉണ്ട്. പ്ലീറ്റ്സിലും എല്ലായിടത്തും ഉണ്ട്. ഇതുപോലെ ഇങ്ങനെ ഡിസൈൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വന്നിട്ട് റൈറ്റ് ലെഗ് ബോട്ടം പോർഷൻ ആകുമ്പോൾ കുറച്ച് അധികം കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ബോട്ടം പോർഷനിൽ വരുമ്പോൾ കാലിൻ്റെ അവിടെ നല്ല അധികം ഡിസൈനിങ് ഉണ്ട്. പിന്നെ ഇത് വിത്ത് ബ്ലൗസ് പീസ് ആണ്. സെയിം കളർ ബ്ലൗസ് പീസ് വരുന്നുണ്ട്. ബ്ലൗസ് പീസ് ഇതുപോലെയാണ് ബ്ലൗസിൻ്റെ ബാക്ക്. ഇതിപ്പം ഹൈനെക്ക് വെച്ചിട്ടുള്ള ബ്ലൗസ് പീസ് വല്ലതാണെങ്കിൽ ബ്ലൗസിൻ്റെ ബാക്ക് പോർഷനിൽ ഇതുപോലത്തെ ഡിസൈനിങ് വരും ബാക്ക് പോർഷനിൽ. പിന്നെ സ്ലീവിലും ഉണ്ട് ഡിസൈനിങ്. സ്ലീവിൽ ഇതുപോലെ 2 സ്ലീവിലും ഇതുപോലത്തെ ഡിസൈനിങ് വരും. അപ്പം അങ്ങനെയാണ് ഇത് വരുന്നത്. ഇപ്പം നല്ല ലൈനിങ് ഒക്കെ ഇട്ട് ഹൈനെക്കായിട്ട് ചെയ്ത ബാക്കിൽ ഇതുപോലെ ഡിസൈനിങ്ങും സ്ലീവിലും ഡിസൈനിങ് വരും. അപ്പം ഇങ്ങനെയാണ് സാരി വരുന്നത്. അപ്പം ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1950 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ ലൈറ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ സിൽക്ക് മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് ബ്ലൗസ് തയ്ച്ചിട്ട് പിഞ്ചിപ്പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് സിൽക്ക് മെറ്റീരിയൽ പിഞ്ചിപ്പോകും. അപ്പോൾ പിഞ്ചി പോകാണ്ടിരിക്കാൻ നമ്മൾ വേർക്കുമ്പോഴാണ് ഇത് തുണിയെല്ലാം പിഞ്ചുന്നത്. അപ്പം നിങ്ങൾ ആംപാഡ് മേടിക്കാൻ കിട്ടും. അത് യൂസ് ചെയ്താൽ കുറേയൊക്കെ അങ്ങനെ പിഞ്ചി പോകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതൊരു ടിപ്പായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എല്ലാവർക്കും അറിയാതിരിക്കും, എന്നാലും ഞാൻ ചുമ്മാ അറിയില്ലാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നതാണ്. ആംപാഡ്
മേടിക്കാൻ കിട്ടും. അത് മേടിച്ചിട്ട് ബ്ലൗസിൽ ഒട്ടിച്ച് വെച്ചിട്ട് നമ്മൾ ഇട്ടാൽ മതി. അപ്പം അതിനായിരിക്കും വേർപ്പെല്ലാം വരത്തുള്ളൂ. നമ്മുടെ സ്ലീവ്സ് ചീത്തയായി പോകത്തില്ല. അടുത്തത് വന്നിട്ട് ഒരു പൗഡേർഡ് ബ്ലൂ, ഡാർക്ക് പൗഡേർഡ് ബ്ലൂ ആയിട്ടുള്ള ചെക്കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് യെല്ലോയിൽ തന്നെ രണ്ട് ഷെയ്ഡ്സ്, ലൈറ്റ് ലെമൺ യെല്ലോയും കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് ലെമൺ യെല്ലോയും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ഇത് ഇങ്ങനെയാണ് മുന്താണിയിൽ വരുന്നത്. എൽ ഷേപ്പിൽ അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ ഷേപ്പിലാണ് ഈ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ആണ് ചെയ്തിരിക്കുന്നത്. ഇത് പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്ത്, പേൾ കോട്ടൺ ത്രെഡിൻ്റെ തന്നെ 2 സ്ട്രാൻഡ്സ് ആണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് നല്ല പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. യെല്ലോ ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും, ബേബി യെല്ലോയും ലെമൺ യെല്ലോയും ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ലീവ്സ് ആണെങ്കിൽ ഒത്തിരി തെറിച്ച് നിൽക്കുന്ന യെല്ലോ അല്ല, ലൈറ്റ് ആയിട്ടുള്ള യെല്ലോ ആണ്. ഇൻ ബിറ്റ്വീൻ നമ്മൾ ഗോൾഡൻ കളർ ബീഡ്സും വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് മുന്താണിയിൽ വരുന്നത്. പിന്നെ അങ്ങോട്ട് റണ്ണിങ് പോർഷനിൽ ഇതുപോലെ 3 ഫ്ലവർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് റണ്ണിങ് പോർഷനിൽ. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റ് ആണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇത്തിരി ഹെവി ആയിട്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിറച്ചും ഫ്രണ്ട് ഫുള്ളും ഇങ്ങനെ കുറച്ചധികം ഏരിയ 20 ഇഞ്ചോളം ഇതുപോലെ ഡിസൈനിങ് പോവുകയാണ്. അപ്പം നല്ല ഫ്രണ്ടിൽ ഫുള്ളും വർക്കായിട്ട്, അത് വലിയ ഫ്ലവേഴ്സുമാണ്. യെല്ലോയുടെ തന്നെ 2 ഷെയ്ഡും ആയതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് താഴത്തോട്ട് കുറച്ച് പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വിട്ട് കഴിഞ്ഞിട്ട് ബോട്ടം പ്ലീറ്റ്സിലൊക്കെ ആയിട്ട് ഇതുപോലത്തെ ഡിസൈനിങ് വരുന്നുണ്ട്. ഈ റണ്ണിങ് പോർഷനിൽ തയ്ച്ച 3 ഫ്ലവർ ഡിസൈനിങ് ആണ് ബാക്കിയുള്ള പ്ലീറ്റ്സിൽ, ബോട്ടം പ്ലീറ്റ്സിലൊക്കെ വരുന്ന വർക്ക്. അത് ഇതുപോലെ കുറച്ചെണ്ണം താഴത്ത് തയ്ച്ചിട്ടുണ്ട്. പിന്നെ കാലിൻ്റെ അവിടെയും തയ്ച്ചിട്ടുണ്ട്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഈ ഒരു ഡിസൈനിങ് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ 4 എണ്ണമാണ് കാലിൻ്റെ അവിടെ പ്ലീറ്റ്സിൽ തയ്ച്ചേക്കുന്നത്, ഒരെണ്ണം കാലിൻ്റെ അവിടെ. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി. ഇതിൻ്റെ റേറ്റ് 1649 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പം ഇത് പൗഡേർഡ് ബ്ലൂവിൻ്റെ ചെക്കോട്ടയാണ്. ഇനി അത് തന്നെ ഒരു പൗഡേർഡ് ബ്ലൂവിൻ്റെ ഓർഗൻസ സാരിയാണ്. അപ്പോൾ ആ പൗഡേർഡ് ബ്ലൂവിൽ ചെക്കോട്ടയിൽ നമ്മൾ യെല്ലോ ഷെയ്ഡാണ് യൂസ് ചെയ്തെങ്കിൽ ഈ ഓർഗൻസയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വൈറ്റ് കളർ ത്രെഡ് മാത്രം യൂസ് ചെയ്ത് ഷാഡോ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ഷാഡോ വർക്ക്. ഇത് ഫുൾ സാരി, ഈ ഒരു സാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ സാരി നമ്മൾ സ്കാലപ്പ് ചെയ്തേക്കുക 2 സൈഡ്. ഫുൾ എൻ്റെ ബോർഡറും നമ്മൾ സ്കാലപ്പ് ചെയ്തിരിക്കുകയാണ്. മുന്താണി 2 സൈഡത്തെ ബോർഡറും സ്കാലപ്പ് ചെയ്തേക്കുക. അപ്പം മുന്താണിയിൽ ഇതുപോലത്തെ ഒരു ഫ്ലവർ, റോസ് ഫ്ലവർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഷാഡോ വർക്കാണ്, ഫുള്ളും ഷാഡോ വർക്കാണ്. റോസിൻ്റെ നടുക്കായിട്ട് ഒരു ഫ്രഞ്ച് നോട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ നടുക്ക് ഒരു ഇൻഡിവിജ്വൽ ഫ്ലവറും, പിന്നെ ഇപ്പുറത്തെ കോർണറിൽ 3 ഫ്ലവർ ഡിസൈനുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് മുന്താണി വരുന്നത്. പിന്നെ വന്നിട്ട് റണ്ണിങ് പോർഷനാണ്. റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞു ഫ്ലവറാണ്, ഒരു സിംഗിൾ ഫ്ലവറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്ന് ഷോൾഡർ പോർഷനിൽ, ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലെ നീളത്തിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റിൽ കാണുന്ന, ഷോൾഡറിൽ കാണുന്ന ആ രീതിയിൽ നല്ലോണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞെറിഞ്ഞുടുക്കുമ്പോൾ ചെസ്റ്റിൻ്റെ അവിടെയും 2 ഫ്ലവർ, ഇൻഡിവിജ്വൽ 2 ഫ്ലവേഴ്സും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്ക് എല്ലാം ഇങ്ങനെ പർട്ടിക്കുലർ ഗ്യാപ്പിൽ നമ്മൾ ഓരോരോ ഫ്ലവേഴ്സ് ഇതുപോലത്തെ ഓരോരോ ഫ്ലവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഫുൾ പ്ലീറ്റ്സിലും ഉണ്ട്. ഇങ്ങനെ സിംഗിൾ ഫ്ലവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കാലിൻ്റെ അവിടെ വരുമ്പോൾ ഒരു 3 ഫ്ലവർ ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കാലിൻ്റെ അവിടെ പ്ലീറ്റ്സിലൊക്കെ സിംഗിൾ ഫ്ലവറാണ് കൊടുത്തിരിക്കുന്നത്. കാലിൻ്റെ ഇവിടെ ഒരു 3 ഫ്ലവർ ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് സ്കാലപ്പും ചെയ്തതാ, സാരി ഫോളും വെച്ചേക്കുന്ന, അരികെല്ലാം അടിച്ചേക്കുന്നതുമാണ്. ഇത് വിത്ത് ബ്ലൗസ് പീസ് അല്ല വരുന്നത്, സാരി മാത്രമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 2249 ആണ് ഇതിൻ്റെ റേറ്റ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഒഴുകി കിടക്കും, ഞെറിഞ്ഞുടുക്കുകയാണെങ്കിൽ നല്ല എന്ന് വെച്ചാൽ ഒട്ടും ഇങ്ങനെ പറന്ന് കിടക്കത്തില്ല, ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഒട്ടും വെയിറ്റും ഇല്ലാത്ത മെറ്റീരിയലാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വൈറ്റ് ബ്ലൗസിൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള വൈറ്റ് ആൻഡ് പൗഡർ ബ്ലൂ ഡിസൈനുള്ള എന്തെങ്കിലും ബ്ലൗസ് ആണെങ്കിലും യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ പൗഡർ ബ്ലൂവിൻ്റെ കോട്ടൺ സിൽക്ക് അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള മെറ്റീരിയലിൽ ബ്ലൗസ് പീസ് തയ്ച്ചാലും നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സാരീസ്. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് സാരിയാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ.